തന്നെ ഭ്രമയുഗം ഇഷ്ടപ്പെട്ടോ? ഭ്രമയുഗം ഇഷ്ടപ്പെട്ടു. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 5 വർഷത്തിനുള്ള ഇത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതും നമ്മുടെ ചാത്തൻ കോൺസെപ്റ്റുമായിട്ട് വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അനാവശ്യമായ ഒരു ഭയപ്പെടുത്തലും കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു എന്ന് വെച്ചാൽ ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള നല്ല നരേഷനുള്ളൊരു സിനിമ. ഭയങ്കര സ്ട്രോങ് ആണ് സിനിമ. അതായത് ഇപ്പോൾ നമ്മൾ അഭിനേതാക്കൾ മമ്മൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മമ്മൂട്ടിയേക്കാളൊക്കെ വലുതായിട്ട് നിൽക്കുന്ന അതിൻ്റെ ടോട്ടാലിറ്റി സിനിമയുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് ആ ഡയറക്ടർ, റൈറ്റർ അവരെല്ലാം അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവരെല്ലാം ആർട്ട് ഡയറക്ഷനും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം എല്ലാവരുടെ അഭിനയം കൊള്ളാം. പക്ഷേ സിദ്ധാർത്ഥ് ഭരതനല്ല എൻ്റെ പേര്, സിദ്ധാർത്ഥ് ഭരതനും നമ്മുടെ അർജുൻ അശോകനും സ്വാഭാവികവും മമ്മൂട്ടി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും നന്നായിട്ട്. നമ്മുടെ ആ വേറൊരു പേരുണ്ടല്ലോ മണികണ്ഠൻ, കുറച്ചു നേരമേ ഉള്ളൂ, പക്ഷെ അവൻ്റെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ തോന്നുന്നു അഭിനയത്തിനൊക്കെ അല്ലേ? നമുക്ക് റിയൽ ആയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പെട്ട പോലെയുള്ള ഒരു ഫീൽ തോന്നുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ട് ഈ പടമായിട്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. നരേഷൻ അത്ര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചില്ല ഇതൊരു കളറായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചില്ല. പകരം ഒരു വാല്യൂ അഡീഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോഴത്തേക്ക് ആ ഒരു പേടി ഭയം അതെല്ലാം ഭയങ്കര കൂടി. പിന്നെ എന്ന് പറയാൻ വേറൊരു ഡീറ്റെയിലിങ്ങോട്ട് മനസ്സ് പോകത്തില്ല, കഥയിലോട്ട് തന്നെ കൃത്യമായി മനസ്സ് പോകും. ഒരു ഡെപ്ത് കിട്ടുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ. ഭയങ്കര ഡെപ്താണ്. വിഷ്വലിന് മാത്രമല്ല നമ്മളുടെ മനസ്സിൽ അനാവശ്യമായ പ്ലസന്റ് ആയിട്ടുള്ള ഒരു വിഷ്വലോ ഒരു പൂവോ കായോ ഒരു കളറോ ഒന്നും വരുന്നില്ല. ശരിക്കും ആ ഭയത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം രാത്രി, അതായത് പകല് പോലും നമുക്ക് രാത്രിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 5 വർഷത്തിനുള്ളിൽ കണ്ടാൽ ധൈര്യമായിട്ട് പറയാം. പിന്നെ ഈ ഡയറക്ടറിന്റെ തന്നെയല്ലേ ഭൂതകാലം എന്ന് പറഞ്ഞ? ഭൂതകാലം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് ഒരു എന്താ പറയാ, ഇതൊക്കെയാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. അല്ലെ വെറുതെ 2 പടം ചെയ്ത് വെച്ചിട്ട് ബ്രില്യൻസ് എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. അങ്ങനെ ഒരു ലാഗ് ഒന്നും, അതൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിന് ഒരു വാല്യൂ അഡീഷനാണ് എന്തുണ്ടെങ്കിലും. കാരണം അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ അതിന് വിട്ടുപോകത്തില്ല. അതാണ് അത്. സ്റ്റോറിയും ഈ നരേഷനും സ്ക്രിപ്റ്റും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സംവിധായകർ ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം അവർ വെറുതെ വിഷ്വൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിന് സ്റ്റോറി, സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയലോഗ്സ്, അതിൻ്റെ ആംബിയൻസ്, ഇതെല്ലാം വളരെ പ്രധാനമാണ്. വെറുതെ ഒരു ആംഗിളും ഷോട്ടും കാണിക്കുന്നതിലല്ല, അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യുന്നതിലല്ല. അത് പ്രൂവ് ചെയ്ത സിനിമയാണത്. മമ്മൂട്ടി ഗംഭീരമാണ്. മമ്മൂട്ടിയുടെ ചിരിയൊക്കെ ഉണ്ടല്ലോ, മമ്മൂട്ടി സ്വാഭാവികമായിട്ട് ഗംഭീരമാണ്. പിന്നെ സ്റ്റാക്കറിലെ ഒരു സീൻ പോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു വാല്യൂ അഡീഷനാണ്. അതിനൊന്നും നമുക്ക് അങ്ങനെ. സ്റ്റാക്കർ എന്ന് പറയുന്ന റഷ്യൻ മൂവിയുണ്ട്. സ്റ്റാക്കറാണെന്ന് തോന്നുന്നു. സ്റ്റാക്കർ റഷ്യൻ മൂവിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സീൻ പോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആണ്. അല്ല അവരങ്ങനെ കോപ്പിയൊന്നും ഇല്ല അവർക്ക്. കാരണം ഇത് നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും കോപ്പിയല്ല, അതൊരു ഇൻസ്പിറേഷൻ. ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുളയും നമ്മുടെ ചാത്തൻ കോൺസെപ്റ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ചെയ്തു. ഈ ചാത്തൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാല പിശാചുക്കൾ എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ.